നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്ക് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ കഥയൊന്ന് കേട്ടാലോ? നമ്മുടെ ഭാഗവതത്തിലുള്ള കഥയാണ്, എല്ലാവർക്കും സുപരിചിതവുമാണ്. എങ്കിലും അതൊന്നും കൂടെ നമുക്ക് ചിന്ത ചെയ്യാം. അവിടെ ത്രികൂടം എന്ന് പറഞ്ഞൊരു മലനിരകൾ, അവിടെയാണ് നമ്മുടെ ഗജേന്ദ്രനും പരിവാരങ്ങളുമൊക്കെ അങ്ങനെ സന്തുഷ്ടരായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അതൊരു വനപ്രദേശമാണ്, വേറെ ആരും ഉപദ്രവിക്കാനൊന്നുമില്ല. ഇഷ്ടം പോലെ വനഭംഗി ആസ്വദിക്കാം. അതുതന്നെയല്ല, തടാകങ്ങൾ, നീർച്ചാലുകൾ, പുഴകൾ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പിന്നെ ചെറിയ ചെറിയ ചെടികളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഈ ശരിക്കും മേഞ്ഞ് നടക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യാൻ വളരെ സന്തോഷമായിട്ട് ഈ ഗജേന്ദ്രൻ്റെ കൂടെയുള്ള ബാക്കി ആനകളും ഒക്കെ അങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഒരു കാട്ടിലെ രാജാവെന്ന് പറഞ്ഞാൽ സിംഹമാണല്ലോ. പക്ഷേ ഇവിടെ ഈ ഗജേന്ദ്രൻ്റെ ആ തലയെടുപ്പും ആ പ്രാമുഖ്യം ഒക്കെ കൊണ്ട് എല്ലാവർക്കും, ഇദ്ദേഹത്തെ ഈ ബാക്കി ജന്തുക്കൾക്കൊക്കെ എല്ലാവർക്കും സകലർക്കും ഇദ്ദേഹത്തെ വളരെ കാര്യമായിരുന്നു. അങ്ങനെ ശരിക്കും ഒരു രാജാവിൻ്റെ തലയെടുപ്പോടുകൂടി തന്നെയാണ് നമ്മുടെ ഗജേന്ദ്രൻ അവിടെ ജീവിച്ചിരുന്നത്. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. ഒരു സമയമായപ്പോഴേക്കും അവിടുത്തെ ആ ജലാശയങ്ങളിലൊക്കെ വെള്ളം വറ്റി തുടങ്ങി. അപ്പം പിന്നെ ഇവരെല്ലാവരും കൂടി എന്തു ചെയ്യും, നേരെ താഴ്വരയിലേക്ക് ഇറങ്ങി വെള്ളം അന്വേഷിച്ച് പോയതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ട് വലിയൊരു തടാകമുണ്ട്, അവിടെ ഇഷ്ടം പോലെ വെള്ളം. ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായി, സകല ആനകൾക്കും സന്തോഷമായി. അപ്പം ഈ ബാക്കി ആനകളൊക്കെ എന്ത് ചെയ്തു എന്നറിയാമോ? അവർ കര നിന്നേ ഉള്ളൂ, വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. കര നിന്നുകൊണ്ട് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി വെള്ളം മുക്കിയെടുത്ത് ആവശ്യത്തിന് കുടിച്ചു. പിന്നെ ചിലർക്ക് കുളിക്കണമെന്ന് തോന്നി, അപ്പോൾ ആ വെള്ളം തുമ്പിക്കൈയിലെടുത്ത് പുറത്തേക്കൊക്കെ ഒഴിച്ച് അങ്ങനെ അവരൊക്കെ അങ്ങനെ കുടിക്കുകയോ എല്ലാം ചെയ്തു. പക്ഷെ നമ്മുടെ ഗജേന്ദ്രൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇവരുടെ എല്ലാവരുടെയും ഒരുമാതിരി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗജേന്ദ്രൻ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങുക മാത്രമല്ല, ശരിക്കും അതൊന്ന് കലക്കി, ഒന്ന് മുങ്ങി താഴ്ന്നും അങ്ങനെ എല്ലാം ഒന്ന് കലക്കി ശരിയാക്കി. അത് കഴിഞ്ഞ് ഈ കലക്കവെള്ളം മേത്തേക്ക് കോരി ഒഴിക്കുകയാണ്. ആ സമയമായപ്പോഴത്തേക്കുണ്ട് കാലയിൽ എന്തോ തൊട്ട പോലെ തോന്നി ഗജേന്ദ്രന്. ഇതെന്താണ്? കാലൊന്ന് കുടഞ്ഞു നോക്കി, പക്ഷേ പോണില്ല. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു മുതലയാണെന്ന്. പക്ഷേ എന്നാലും പേടിയൊന്നുമില്ല, കാരണം ഞാനെല്ലാം സമർത്ഥനാണ്, മിടുക്കനാണ്, എനിക്ക് എല്ലാത്തിനുമുള്ള കഴിവുണ്ടെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടേ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഒക്കെ ഇവനെയൊക്കെ പക്ഷേ എത്ര കാല് വലിച്ചിട്ടും മുതല പിടിവിടണില്ല. ഇത് കണ്ടു. അപ്പം മറ്റുള്ളവരൊക്കെ കരയ്ക്ക് നിൽക്കുക. പിടിയാനയുണ്ട്, കുട്ടിയാനകളുണ്ട്, ബാക്കി ആനകളൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട് ഇവരുടെ കൂടെ എല്ലാവരും. പക്ഷേ ഇവരെല്ലാവരും കൂടെ ആദ്യം മറ്റേ ആനകളൊക്കെ ഒന്ന് പിടിച്ചു നോക്കി, പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടും കാലിലെ വിടുന്നില്ല. പിന്നെ പിടിയാനകൾ വന്ന് എന്നാൽ ഞങ്ങളൊന്ന് നോക്കാമെന്നും പറഞ്ഞാൽ അവർ വലിച്ചു. ആര് വലിച്ചിട്ടും പിടിവിടുന്നില്ല. അങ്ങനെ ആയിരത്തോളം വർഷങ്ങളൊക്കെ അങ്ങനെ പിടിയും വലിയായിട്ട് ഇവർ കഴിച്ചു കൂട്ടിയെന്നാണ് പറയണത്. അവസാനം വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗജേന്ദ്രൻ ക്ഷീണിച്ചു, തളർന്നു. ഇനി എന്നെക്കൊണ്ടാവതില്ലേ, ഞാൻ കൂട്ടിയാൽ കൂടില്ല എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിന് വന്നു. അപ്പോൾ ഈ പൂർവജന്മ വാസന കൊണ്ട് പെട്ടെന്ന് ഒരു ചിന്ത വന്നു മനസ്സിൽ. എന്താണെന്നറിയാമോ? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന്. കാരണം ആ നാരായണനല്ലാതെ വേറെ ആരും എനിക്കില്ല രക്ഷിക്കാമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഗജേന്ദ്രന് വന്നു. അതോടുകൂടിയിട്ട് പിന്നെ മനസ്സിലായി വേറെ ആരും ഇല്ല എന്ന്. ആ ഒരു ചിന്ത വന്നു. അപ്പോഴത്തേക്കും ഭഗവാനെ രക്ഷിക്കണം, ആ ഒരു ചിന്ത, എനിക്ക് വേറെ ആരുമില്ല എന്നുള്ള ഒരു ചിന്ത ഇങ്ങ് വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ വിഷമിച്ച് ഗജേന്ദ്രൻ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, എന്താണ്, ഹരിയെ താൻ മിന്നി മിന്നി കണ്ടു, വിളിച്ചു, വിളി അവിടെ കേട്ടു.
അപ്പോഴത്തേക്ക് ആളിവിടെ എത്തിക്കഴിഞ്ഞു. രൂപമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പീലി ചാർത്തി മാല ചുറ്റി മുടിയാർന്ന മൂടി, അങ്ങനെ കുന്തളങ്ങളിളകുന്ന ഭംഗിയുള്ള നെറ്റി, നമ്മളെ തണുപ്പിപ്പാനായി തെല്ലിളകും ചില്ലി. അങ്ങനെ ആ ഭഗവാന്റെ ആ രൂപം ഇദ്ദേഹം മിന്നി മിന്നിയാണ് കാണുന്നത്. കാരണം ക്ലിയറായിട്ട് കാണുന്നില്ല, പക്ഷേ ഭഗവാൻ വന്നു എന്നുള്ളത് മനസ്സിലാണ്. അവശനായി ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ്. ആ സമയത്താണ് ആ കണ്ണ് പതുക്കെ ഒന്ന് തുറന്നപ്പോൾ കാണുന്നത്. ഉടനെ തന്നെ വെച്ച് ഭഗവാൻ വന്നു, എന്താ അർച്ചിക്കാനുള്ളത്, ഭഗവാൻ എന്തെങ്കിലും ഒരു സമർപ്പണം കൊടുക്കണ്ടേ എന്നുള്ള ആ പൂർവ്വവാസനയാണ് അതൊക്കെ. അദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞ മഹാരാജാവിൻ്റെ പുനർജന്മമാണല്ലോ നമ്മുടെ ഗജേന്ദ്രൻ. അന്ന് നല്ല ഭക്തനായിരുന്നു അദ്ദേഹം. ഉടനെ തന്നെ നോക്കിയപ്പോഴുണ്ട് കുറച്ച് ദൂരെയായിട്ട് ഇവിടെ ഈ തടാകത്തിലൊരു താമരപ്പൂ നിൽപ്പുണ്ട്. പക്ഷേ കാലയിൽ മുതല പിടിച്ചിരിക്കുമല്ലേ, അപ്പോൾ ഓടിപ്പോയി പറിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ആഞ്ഞ് വെറുക്കി ഒരു പ്രകാരത്തിലതൊന്ന് തണ്ട് അറുത്തു, അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഹരി മുന്നിലെത്തി. വേഗം ആ താമര പൂവ് സമർപ്പിച്ചു. പിന്നെ എന്താ ചക്രപാണി സ്പർശാൽ നക്രപാശം പൊട്ടി ഇല്ലേ. ആ ചക്രപാണി സുദർശന ചക്രം കയ്യിലെപ്പോഴും ഉള്ള ആളല്ലേ. ആ അദ്ദേഹത്തിൻ്റെ ആ പാണിസ്പർശം ആ കൈയൊന്ന് തൊട്ടപ്പോഴത്തേക്കും ആ മുതലയുടെ പിടിയങ്ങ് വിട്ടു. പക്ഷേ ഒരു കാര്യം, ആദ്യം മുതലയ്ക്കാണ് അദ്ദേഹം രക്ഷ കൊടുത്തത് ഭഗവാൻ. കാരണം അന്നേരത്തേക്കും മുതല വേഗം എഴുന്നേറ്റു, മുതലയുടെ വേഷം മാറി അദ്ദേഹം ഒരു ഗന്ധർവൻ്റെ രൂപം അണിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഗന്ധർവനായിരുന്നു, എൻ്റെ അഹങ്കാരം കൊണ്ട് ഇല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഞാൻ നല്ല കാര്യം ചെയ്തില്ല, ഒരു മുനിയെ അപമാനിച്ചു, അതുകൊണ്ട് ആ മഹർഷി എന്നെ ശപിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വേഷത്തിൽ ഈ മുതലയായിട്ട് ഇവിടെ കിടക്കേണ്ടി വന്ന ഈ തടാകത്തിൽ എന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ പൊക്കോളാനും പറഞ്ഞ് അങ്ങനെ ഗന്ധർവൻ പോയി. പിന്നെയുള്ളത് നമ്മളുടെ ഗജേന്ദ്രനല്ലേ. പിന്നെ എന്താ സംഭവിച്ചെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ, 2 താർഷ്യന്മാരിലേറി 2 പേരുമൊപ്പം അലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണ്ണം ചേർന്ന വാനിൽ ചെലിയേറ്റി പൊങ്ങി അമ്പരന്നോരുമ്പർകോനും അമ്പരം നോടുമ്പോൾ അഗ്നി തൊട്ട ദേവവർഗം നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. ഇച്ചരീതം പാടിയതാം വാഴക്കുന്നം വെൽക. വാഴക്കുന്നം തിരുമേനിക്ക് എൻ്റെ ഒരു സാഷ്ടാംഗ പ്രണാമം. കണ്ടിട്ടില്ല, പക്ഷേ പലരിൽ നിന്നും കേട്ടിട്ടേ ഉള്ളൂ അങ്ങയുടെ മഹത്വം. അങ്ങനെ നമ്മൾ നോക്കി ഒന്ന് ഇങ്ങനെ ഭഗവാനെ വിളിച്ചു. അപ്പോൾ തന്നെ ഇദ്ദേഹം സഹായിച്ചു എന്ന് തന്നെയല്ലേ. എന്താ ചെയ്തത് നമ്മൾ കണ്ടല്ലോ, ദ്വാരകയിൽ കണ്ടല്ലോ. എന്താണ് ജീർണിച്ച വസ്ത്രവും പുളിക്കൂടെയും ഇല്ലേ, അങ്ങനെയല്ലേ ചെന്നത് ആ ദ്വാരകയിലേക്ക്. പക്ഷേ അവിടെ ചെന്നപ്പം എന്തെങ്കിലും ഒരു തിരിച്ചു വ്യത്യാസം കാണിച്ചോ? വേഗം എന്താ ഇത്, പള്ളി മഞ്ചത്തിന്നു വെക്കമുദ്ധാനം ചെയ്തിരൂപക്കം ഉള്ള പരിജനത്തോടും കൂടി മുകുന്ദൻ പാരാതെ ചെന്നേതീരേറ്റു കുചേലനെ ദീനതയാ പാരവശ്യം ഏവം മറ്റൊരീശ്വരനുണ്ടോ. ഇവിടെയും അത് തന്നെ, ഒന്നും നോക്കിയില്ല, വിളിച്ചു. എൻ്റെ ഭക്തൻ എന്നെ വിളിക്കുന്നു, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു, അത് മാത്രമേ നോക്കിയുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടോ, ഇനി അവന് മോശക്കാരൻ, ഞാൻ വലിയ ആൾ, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാ, 2 താർഷ്യന്മാരിലേറിയിട്ട് 2 ഗരുഡന്മാരിലാണ് 2 പേരും ഏറിയിരിക്കുന്നത്. എന്നിട്ടോ 2 പേരും ഒപ്പം അലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് 2 പേരും കൂടെ കുശല പ്രശ്നമൊക്കെ ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങ് പോയത്. അങ്ങനെ പോയി, എവിടെ പോയി നമുക്കറിയാമല്ലോ.
ആ ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് നമ്മളുടെ ഗജേന്ദ്രനും പോയി. പക്ഷേ ഇതിവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആരാ ഗജേന്ദ്രൻ, ആരാ ഭഗവാനെ വിളിച്ചതാരാ? നമ്മുടെ ഗജേന്ദ്രനാണ് വിളിച്ചത്. പക്ഷേ ആദ്യം അവിടുന്ന് മോക്ഷം കൊടുത്ത് വിട്ടതാരെയാ? മുതലയല്ലേ. അതെന്താ അങ്ങനെ കാര്യം? അതങ്ങനെയാണ് കാര്യം. നമ്മൾ ഈ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ കേൾക്കാറില്ലേ, അങ്ങയുടെ ഭക്തദാസനാവണമെന്നാണ് പലരും പറയാറുള്ളത്. കാരണം എന്താണെന്നറിയോ, ഭഗവാനെ നേരിട്ട് പിടിക്കുന്നതിനേക്കാളും നമുക്ക് നല്ല ഈ ഭക്തന്മാരെ പിടിക്കുന്ന. കാരണം ഭക്തന്മാരുടെ ആ ആഗ്രഹമൊന്നും ഒരിക്കലും ഭഗവാൻ തള്ളിക്കളയില്ല. നമ്മൾ അവരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് എത്താം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ കാരുണ്യം, അത് മനുഷ്യനാണേലും വേണ്ടില്ല, മൃഗമാണേലും വേണ്ടില്ല, ആനയാണേലും വേണ്ടില്ല, നമ്മൾ ഇത് അണ്ണാനാണേലും വേണ്ടില്ല, അല്ലേ? ആരാണേലും ശരി, ഭക്തൻ്റെ ആ ഒരാഗ്രഹം ഒരിക്കലും ഭഗവാൻ തള്ളിക്കളയില്ല. കാരുണ്യക്കടലാണ്, കരുണാസാഗരമാണ് നമ്മളുടെ ആ ഭഗവാൻ. ഭഗവാനെ കൃഷ്ണ 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 കൃഷ്ണ.